ഹലോ, ഇന്ന് 10 PSC questions in 10 minutes-ന്റെ പാർട്ട് 4 നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് ജൂൺ 12, 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, for a given emitter current the collector current can be increased by. അപ്പോൾ ഒരു എമിറ്റർ കറണ്ട് ഉണ്ടെങ്കിൽ കളക്ടർ കറണ്ട് എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്നുള്ളത്, അതായത് IE എന്ന് പറയുന്ന എമിറ്റർ കറണ്ട് എന്താണ്? IB പ്ലസ് IC അല്ലേ? അപ്പോൾ IE കോൺസ്റ്റന്റ് ആയിട്ട് തന്നിട്ട് IC കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? IB കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? IB എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. By reducing the recombination in the base region. ശരിയാണ്, recombination base region recombination കുറച്ച് IB കുറയ്ക്കാൻ പറ്റും. By reducing the base voltage in the base emitter region. അതുകൊണ്ടൊന്നും കറണ്ട് കുറയില്ല. By increasing base voltage in base emitter region. None of the above. Okay, അപ്പോൾ ഇതാണ് ഉത്തരം. By reducing the recombination in the base region. അപ്പോൾ IB കുറയും, അങ്ങനെ IC കൂട്ടാൻ നമുക്ക് പറ്റും. അടുത്ത ചോദ്യം, width of conduction channel in MOSFET is large at source side and decreasing at drain side, large at drain side and decreasing at source side, almost same from source to drain, more current will form drain to source, hence width at drain end is large and source end is less. Okay, അപ്പോൾ ഇവിടെ മോർ കറണ്ട് വിൽ ഫ്ലോ ഫ്രം എന്നായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് വിഡ്ത്ത് ഓഫ് കണ്ടക്ഷൻ ചാനൽ? എങ്ങനെയായിരിക്കും? സോഴ്സ് സൈഡിൽ കൂടുതലും ഡ്രെയിൻ സൈഡിനോട് ചേർന്ന് കുറഞ്ഞു ആയിരിക്കും വരിക. കാരണം എന്താ? ഡ്രെയിൻ സൈഡിൽ ഡിപ്ലീഷൻ റീജിയൻ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ വിഡ്ത്ത് സോഴ്സ് സൈഡിലായിരിക്കും കൂടുതലുണ്ടാവുക. ഡ്രെയിൻ സൈഡിലേക്ക് എത്തുമ്പോൾ ഡിക്രീസ് ചെയ്യുകയാണ് വരിക. മോസ്ഫെറ്റിനേക്കാളും ജെഫെറ്റ് ആണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അതങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. മോസ്ഫെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, പിഞ്ച് ഓഫ് വോൾട്ടേജ് ഓഫ് ജെഫെറ്റ് ഈസ് source to drain voltage at which drain current start to saturate, source to drain voltage at which source current start to saturate. അടുത്തത്, drain to source voltage at which drain current start to saturate, drain to source voltage at which source current start to saturate. അപ്പോൾ നമുക്കൊക്കെ അറിയാം IDSS തുടങ്ങുന്ന പോയിന്റ് ആണ് ഈ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രെയിൻ കറണ്ട് സാച്ചുറേറ്റ് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുകയാണ് സോഴ്സ് ടു ഡ്രെയിൻ വോൾട്ടേജ് എന്ന്, ഇവിടെ തന്നിരിക്കുകയാണ് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് എന്ന്. എപ്പോഴും ഓർത്ത് നോക്കുക, നമ്മൾ VDS എന്നല്ലേ ജെഫെറ്റിൻ്റെ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിനെ പറയാം. അപ്പോൾ അത് എപ്പോഴും VDS ആണ്, അത് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് ആണ്. അങ്ങനെ തന്നെ എടുക്കുക, ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ഡ്രെയിൻ കറണ്ട് സ്റ്റാർട്ട് ടു സാച്ചുറേറ്റ്. അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, when latch-up occurs in IGBT, IC is no longer controllable, IG is no longer controllable, IE is no longer controllable, both IE and IG are not controllable. നോക്കാം. IGBTക്കകത്ത് ശരിക്കും പറഞ്ഞാൽ പാരസിറ്റിക് ആയിട്ട് ഒരു തൈറിസ്റ്റർ ഫോം ചെയ്യും. ഈ ലാച്ചപ്പ് എന്നൊക്കെ പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ പാരസിറ്റിക് ആയിട്ടുള്ള ഒരു തൈറിസ്റ്റർ ഫോം ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പവർ റെയിലുകൾ ഉണ്ടല്ലോ, ഓക്കെ, ഇവിടെയാണ് പവർ കൊടുക്കുന്നത്. ഈ പവർ റെയിൽസിൽ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാച്ചപ്പ് വന്നതുപോലെയാവും, അതായത് ഷോർട്ട് സർക്യൂട്ട് ആയതുപോലെയാവും. അപ്പോൾ ഇവിടെ ഒരു നല്ല ഹൈ ആയിട്ട് ഒരു IC അങ്ങനെ ഫ്ലോ ചെയ്തു തുടങ്ങും. ഓക്കെ, കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്തു തുടങ്ങും. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവും. അങ്ങനെ വരുന്നതിനാണ് ഈ ലാച്ചപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാച്ചപ്പ് ഒക്കെ ചെയ്യുമ്പോൾ IGBTയിൽ എന്താണ്? IC ഈസ് നോ ലോങ്ങർ കൺട്രോളബിൾ. അടുത്ത ചോദ്യം, സെക്കൻഡറി ബ്രേക്ക് ഡൗൺ occur in BJT due to negative temperature coefficient of resistance, positive temperature coefficient of resistance, heavily doped emitter region, heavily doped collector region. ഇതിന് കാരണം നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ളത് മോസ്ഫെറ്റിനാണ്. അതുകൊണ്ട് തന്നെ അതിൽ സെക്കൻഡറി ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നില്ല. അതേപോലെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ നല്ലോണം കറണ്ട് അതിലൂടെ പാസ് ചെയ്യുകയും അവിടെ ലോക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു.
ഓക്കെ, അപ്പോൾ അവിടെ ഒരു സെക്കൻഡറി ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ അതിന് സംഭവിക്കുന്നു, BJT സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, which one of the device is not a switched mode DC power supply? switch mode DC power supply അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ DC to DC SMPSൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ടൈപ്സ്. അതിൻ്റെ ഈ പുഷ് പുൾ ഒരു ടൈപ്പാണ്, ഫുൾ ബ്രിഡ്ജ് ഒരു ടൈപ്പാണ്, അതേപോലെ ഹാഫ് ബ്രിഡ്ജ് ഒക്കെ യൂസ് ചെയ്യാം, അതേപോലെ ഫ്ലൈ ബാക്ക് ഫോർവേഡ് കൺവേർട്ടറും ഒരു ടൈപ്പാണ്. ഓക്കെ, പക്ഷേ ഈ റെസിസ്റ്റൻറ്റ് കൺവേർട്ടർ എന്നൊന്ന് ഇല്ല SMPSൽ. അപ്പോൾ പുഷ് പുള്ളും കൺവേർട്ടറും, പുഷ് പുൾ കൺവേർട്ടർ, ഫുൾ ബ്രിഡ്ജ് കൺവേർട്ടർ, ഫ്ലൈ ബാക്ക് ഫോർവേഡ് കൺവേർട്ടർ എല്ലാം ഇതിൻ്റെ ടൈപ്പുകളാണ്. റെസിസ്റ്റൻസ് കൺവേർട്ടർ ആണ് സ്വിച്ച്ഡ് മോഡ് DC സപ്ലൈ അല്ലാത്തത്. അടുത്ത ചോദ്യം, SMPS are widely used than linear power supply due to. SMPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബോക്സേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, അതിൽ റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. കാരണം എന്താണ്, ബാക്കി ഒരു സാധാരണ ലീനിയർ പവർ സപ്ലൈക്കകത്ത് അതിനകത്ത് എന്തൊക്കെയാണ് വരിക നമുക്കറിയാം. പവർ സപ്ലൈ ഉണ്ടാക്കണമെങ്കിൽ റെക്ടിഫയർ വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫിൽറ്റർ വന്നു, അത് കഴിഞ്ഞിട്ട് ഒരു റെഗുലേറ്റർ വരുന്നു. അപ്പോൾ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സീരീസ് റെഗുലേറ്റർ ആവാം. അപ്പോൾ ഒരു ലീനിയർ പവർ സപ്ലൈക്കകത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബോക്സ് ആയിരിക്കും നമുക്ക് ലീനിയർ സപ്ലൈ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. എന്നാൽ SMPSനകത്ത് ഈ റെഗുലേറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, റെഗുലേറ്ററിൽ എന്താ കിട്ടുക, റെഗുലേറ്റർ ചുമ്മാ ഒരു തൈറിസ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വിച്ച്ഡ് മോഡ് ഡിവൈസാണ് ഇത്, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. അതുകൊണ്ട് തന്നെ സൈസ് വളരെ കുറവായിരിക്കും, അതേപോലെ തന്നെ എഫിഷ്യൻസി വളരെ കൂടുതലും ആയിരിക്കും. എന്നാൽ ഇവിടെ സ്വിച്ചിങ് നടക്കുന്നതുകൊണ്ട് തന്നെ, തൈറിസ്റ്ററിൻ്റെ സ്വിച്ചിങ് വളരെ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് നടക്കുന്നതുകൊണ്ട് തന്നെ നോയ്സ് അത്യാവശ്യം ഉണ്ടാവും SMPSൽ. ഇവിടെ നോയ്സ് ഉണ്ടാവില്ല. Okay, there is no noise in less noise in linear power supply. Okay, അപ്പോൾ നോയ്സ് പ്രശ്നമായിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ നമ്മൾ ലീനിയർ പവർ സപ്ലൈ ഉപയോഗിക്കുകയും സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ സൈസ് കുറവ് മതി അല്ലെങ്കിൽ എഫിഷ്യൻസി കൂടുതൽ വേണം എന്നുള്ള സിറ്റുവേഷൻസിൽ SMPS ഉപയോഗിക്കുകയും ചെയ്യും. ഇവിടെ നോയ്സ് അത്യാവശ്യം ഉണ്ട് താനും. Okay, അപ്പോൾ SMPS are widely used than linear power supply due to size and efficiency. Efficiency and regulations അല്ല, നോയ്സ് ആൻഡ് കോസ്റ്റ് അല്ല, റെഗുലേഷൻസ് ആൻഡ് നോയ്സും അല്ല, സൈസ് ആൻഡ് എഫിഷ്യൻസി കാരണമാണ് നമ്മൾ SMPS കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ എഫിഷ്യൻസി എന്ന് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് കുത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. മുഴുവനായിട്ട് ചോദ്യം വായിക്കുക. അടുത്ത ചോദ്യം, an AC LVDT has dash input and dash output. AC LVDT ആയതുകൊണ്ട് തന്നെ എന്താണ്, AC ഇൻപുട്ടും AC ഔട്ട്പുട്ടും ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ DC LVDT ആയിരുന്നെങ്കിലോ DC ഇൻ DC ഔട്ട് ആയിരിക്കും. ഓക്കെ, DC ഇൻപുട്ടും DC ഔട്ട്പുട്ടും ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം അതും ഒരു LVDT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നോ കോണ്ടാക്ട് ഇസ് മെയ്ഡ് ബിറ്റ്വീൻ ആർമേച്ചർ ആൻഡ് കോർ ഇൻ capacitive armature LVDT, spring extended armature LVDT, inductive armature LVDT, unguided armature LVDT. അപ്പോൾ നമുക്ക് LVDTനെ ആർമേച്ചറിൻ്റെ ബേസിൽ എങ്ങനെയൊക്കെ ടൈപ്സ് ആക്കാമെന്ന് ചോദിച്ചാൽ, അത് അൺഗൈഡഡ് ആർമേച്ചർ ഉണ്ട്, പിന്നെ ഗൈഡഡ് അല്ലെങ്കിൽ ക്യാപ്റ്റീവ് ആർമേച്ചർ ടൈപ്പ് ഉണ്ട്, പിന്നെ സ്പ്രിംഗ് എക്സ്റ്റെൻഡഡ് ആർമേച്ചർ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അൺഗൈഡഡ് ആർമേച്ചർ ടൈപ്പിൽ ഇവിടെ നോക്കിയേ, ഈ ആർമേച്ചർ എന്ന് പറയുന്നത് ഇതാണ് കോർ. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയും അങ്ങനെയാണ് LVDT പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം പ്രൈമറി ഉണ്ട്, ഒരു പ്രൈമറി 2 സെക്കൻഡറി കോയിൽസും ഉള്ള ഒരു സാധനമാണ് ഈ LVDT എന്ന് പറയുന്നത്. പിന്നെ എന്താ LVDT എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്, പിന്നെ പാസീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ LVDTയുടെ ഫുൾ ഫോം എന്താണ്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. അതായത് ലീനിയർ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ആയിട്ടുള്ള മോഷനാണ് അത് മെഷർ ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ്, അതുകൊണ്ട് തന്നെ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഡിഫറൻഷ്യൽ ആണ്, അതായത് ഇത് നീങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് നമ്മുടെ കോറ് അല്ലെങ്കിൽ ആർമേച്ചർ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ മോഷനാണ് അതിനെ അവിടെ ഇത് ചെയ്യുന്നത്. ഡിഫറൻസ് പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ മോഷൻ ലീനിയർ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അൺഗൈഡഡ് ആയിട്ടുള്ള ആർമേച്ചറിലാണ് നമ്മുടെ ഇത് നോക്കിയേ,
ഇവിടെ ആർമേച്ചർ ലൂസായിട്ടാണ് ഫിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഗൈഡഡ് ആയിട്ടുള്ള ക്യാപ്റ്റീവ് ആയിട്ടുള്ള ആർമേച്ചറിൽ ഇതിൽ ആർമേച്ചർ റിസ്ട്രെയിൻഡ് ആണ്. ഇവിടെ കണ്ടോ ഒരു പിടുത്തം വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ലോ ഫ്രിക്ഷൻ ബെയറിംഗ് അസംബ്ലി വെച്ചിട്ട് ഇത് പിടിച്ചിട്ടുണ്ട്. സ്പ്രിങ് എക്സ്റ്റെൻഡഡിലാണെങ്കിൽ ഇതും ഉണ്ട് പ്ലസ് ഒരു സ്പ്രിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഒരു നോ കോണ്ടാക്ട് വരുന്നത് അപ്പോൾ എവിടെയാണ്? അൺഗൈഡഡ് ആയിട്ടുള്ള ആർമേച്ചർ LVDTയിലാണ്. ചോദ്യം എന്താണ്? നോ കോണ്ടാക്ട് ഇസ് മെയ്ഡ് ബിറ്റ്വീൻ ആർമേച്ചർ ആൻഡ് കോർ ഇൻ അൺഗൈഡഡ് ആർമേച്ചർ LVDT. അടുത്ത ചോദ്യം, ആസ് പെർ സ്റ്റീഫാൻസ് ലോ ഓഫ് റേഡിയേഷൻ ഹീറ്റ് റെഡ്യൂസ്ഡ് അല്ല, ആക്ച്വലി റേഡിയേറ്റഡ് ആണ്. ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും നമ്മൾ കുറേയൊക്കെ ഊഹിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ക്യാൻസലേഷന് കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒന്നും ക്യാൻസലായി വരാറില്ല സാധാരണ. അപ്പോൾ ആസ് പെർ സ്റ്റീഫാൻസ് ലോ ഓഫ് റേഡിയേഷൻ ഹീറ്റ് റേഡിയേറ്റഡ് ബൈ എ ബോഡി സർഫസ് ഇസ്. അപ്പോൾ സ്റ്റീഫാൻസ് ലോ പ്രകാരം ഹീറ്റ് റേഡിയേറ്റഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? T⁴ ആണ്. ഓക്കെ, ആക്ച്വലി എം എന്ന് പറയുന്നത് ഹീറ്റ് റേഡിയേറ്റഡ് എനർജി ഇസ് ഈക്വൽ ടു എനർജി ഓഫ് ബ്ലാക്ക് ബോഡിയാണ് ശരിക്കും എടുക്കുക. അതെന്ന് വെച്ചാൽ സിഗ്മ ഇൻറ്റു T⁴ ആണ്. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റീഫാൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ 4th പവർ ഓഫ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക് യു.